إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ അഹ്സാബിലൂടെ നമ്മെ അറിയിച്ചു, لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ആരാണോ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുകയും പരലോകം ആഗ്രഹിക്കുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്, അവർക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാതൃകയായി നിശ്ചയിച്ചതാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃക നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നാം നമ്മുടെ ഒരു ദിവസം, നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം എങ്ങനെ ആരംഭിക്കണം എന്ന് വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, كان يقول إذا صلى الصبح حين يسلم اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا وفي رواية وعملا صالحا. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, അല്ലാഹുവേ ഉപകാരപ്രദമായ വിജ്ഞാനവും, വരിസ്ഖൻ തയ്യിബൻ വിശിഷ്ടമായ ഹലാലായ ഉപജീവനവും, വഅമലൻ മുതഖബ്ബലൻ സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഈ മഹത്തായ പ്രാർത്ഥനയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇത് ചോദിക്കുന്നത്. ഒന്നാമത്തെ അവിടുത്തെ ചോദ്യം,
അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, അല്ലാഹുവേ ഉപകാരപ്രദമായ വിജ്ഞാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. മഹാന്മാരായ ഉലമാക്കൾ ഈ മഹത്തായ ഹദീസിനെ, പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പ്രാർത്ഥനയിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിൽ നിന്നും വ്യക്തമാണ് വിജ്ഞാനമെന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഇൽമുൻ നാഫിഅ വ ഇൽമുൻ ഗൈറു നാഫിഅ. ഉപകാരപ്രദമായ വിജ്ഞാനമുണ്ട്, ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനവുമുണ്ട്. ഇതിൽ ഉപകാരപ്രദമായ വിജ്ഞാനം അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അള്ളാഹുവിനോട് ഇത് ചോദിക്കുന്നത്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ സുബഹ് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിൽ ഈ ദിക്ർ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടതാണ്. ഇതുവരെ പ്രാർത്ഥിച്ചു തുടങ്ങിയില്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ഉപകാരപ്രദമായ വിജ്ഞാനം അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ചോദിക്കാൻ പോകുന്ന അടുത്ത രണ്ട് ചോദ്യങ്ങളും നമുക്ക് കൃത്യമായ രൂപത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഉപകാരപ്രദമായ വിജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താണ് ഉപകാരപ്രദമായ വിജ്ഞാനമെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും ഒരു കാര്യം നാം പഠിച്ചു മനസ്സിലാക്കലാണ് വിജ്ഞാനമെന്നത്. ആ പഠിച്ചു മനസ്സിലാക്കിയത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഉപകാരപ്രദമായ വിജ്ഞാനമായി തീരുക. ഒരുപാട് അവിടുന്നും ഇവിടുന്നും കേൾക്കുക എന്നതല്ല, മറിച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലത്തിൽ നാം ഒരു കാര്യം പഠിക്കുകയും എന്നിട്ട് ആ പഠിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യലാണ് പ്രിയമുള്ളവരെ ഉപകാരപ്രദമായ വിജ്ഞാനമെന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹുവിനോട് ചോദിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും എത്ര കണ്ട് ചോദിക്കേണ്ടതുണ്ട്. കാരണം പ്രിയമുള്ളവരെ, ഉപകാരപ്രദമായ ശരിയായ വിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളിൽ അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയക്കുന്നത്. അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിക്കുവാനും ഭയക്കുവാനും അവനിൽ തഖ്വ കൈക്കൊള്ളാനും നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഇൽമ്, ഉപകാരപ്രദമായ ഇൽമ്, വിജ്ഞാനം അത് നാം കരസ്ഥമാക്കിയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ സ്വരുക്കൂട്ടിയാലും ശരി, ഇൽമിൻ്റെ മഹത്വം മറ്റൊന്നിനും നമുക്ക് ലഭിക്കുകയില്ല. അറിവ് എന്നതിന് ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ അവരോട് ചോദിക്കുക, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെ ആവുമോ? ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും പറയും ഇല്ല. അതാണ് അതിൻ്റെ ഉത്തരം. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും നാം എന്തൊക്കെ പഠിച്ചു, നാം എത്ര കണ്ട് പഠിച്ചു? നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠനം എളുപ്പമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, പഴയകാലത്ത് ഒരു ഹദീസ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മാസങ്ങളോളം സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഇറാഖിൽ നിന്ന് മദീനയിലേക്ക്, അതുപോലെയുള്ള ദൂരെയുള്ള നാടുകളിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്തിനെ കാണാൻ, അതല്ലെങ്കിൽ മദീനയിൽ നിന്ന് അങ്ങോട്ട് സഹാബികൾ ഉള്ള സ്ഥലത്ത് പോയി മാസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരുന്നത്. ഇന്ന് സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇന്ന് നാം ഉള്ള സ്ഥലത്ത് നമ്മുടെ അടുക്കലേക്ക് ആളുകൾ വരുന്നു, ദർസ് നടത്തുന്നു, ഇൽമു പഠിപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും സമയം കിട്ടിയോ? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്.
അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും പ്രിയമുള്ളവരെ നാം സമയം കണ്ടെത്തിയോ? നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും നമുക്ക് എത്ര ആയത്തുകൾ ഹിഫ്ളുണ്ട്, മനപ്പാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ഹദീസുകൾ ഇതാ ഇന്ന സ്വഹാബി പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, എത്ര ലേഖനങ്ങൾ, എഴുത്തുകൾ നാം വായിക്കുന്നു, എത്ര വർത്തമാനങ്ങൾ മണിക്കൂറുകളോളം നാം കേൾക്കുന്നു, എത്ര വാർത്തകൾ നാം കേൾക്കുന്നു മണിക്കൂറുകളോളം. അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കാൻ നാം സമയം കണ്ടെത്തിയോ? ഇൽമിൻ്റെ മജ്ലിസ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റിയാദുൽ ജന്ന, സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പ് പോലെയാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ വലയം ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നും സമാധാനം ഇറങ്ങി വരും. മലക്കുകൾ പ്രാർത്ഥിക്കും. ഒരു ഇൽമിൻ്റെ മജ്ലിസ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടും. പ്രിയമുള്ളവരെ, എത്ര ശ്രേഷ്ഠതകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കുന്നതിന്. അതുകൊണ്ട് നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ, നാഫിആയ ഉപകാരപ്രദമായ വിജ്ഞാനം ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഉപകാരപ്രദമായ വിജ്ഞാനം മാത്രമേ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുകയുള്ളൂ. ഒരുപാട് അവിടുന്ന് ഇവിടുന്നും കുറേ കേട്ട് എന്തെങ്കിലുമൊക്കെ കേട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അത് നാഫിആയ ഇൽമാവുകയില്ല. നമുക്ക് പഠിക്കാൻ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ എളുപ്പമാണ്. അള്ളാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട്. നാം ഒന്ന് വിരലനക്കിയാൽ അതാ ഉസ്താദുമാർ സംസാരിക്കും. നമ്മുടെ സമയത്തിനനുസരിച്ച് അത് നിർത്തിവെക്കാം. എത്ര എളുപ്പമാണ് പ്രിയമുള്ളവരെ. എന്നിട്ടും നാം പഠിച്ചില്ല, നമുക്കൊന്നും അറിയില്ല എന്ന് മരണാനന്തരം റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? പരിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകൾ പഠിച്ചു എന്ന് ചോദിച്ചാൽ നമ്മിൽ പലരും തലചൊറിയും. എന്നാൽ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം എടുത്തു നോക്കിയാൽ മണിക്കൂറുകളോളം നാം ചിലവഴിച്ചിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, എന്നോടും നിങ്ങളോടുമുള്ള ഉണർത്തലാണിത്. അതുകൊണ്ട് റബ്ബിനോട് ആദ്യമായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകാരപ്രദമായ വിജ്ഞാനം ചോദിക്കുകയാണ്. കാരണം തൊട്ടുടനെ ചോദിച്ചത് എന്താണ്? വരിസ്ഖൻ തയ്യിബൻ, ഹലാലായ വിശിഷ്ടമായ ഉപജീവനവും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ഉപകാരപ്രദമായ വിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ തൊട്ടടുത്ത കാര്യം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അഥവാ വിശിഷ്ടമായ ഉപജീവനം. ഏതാണ് ഹലാൽ, ഏതാണ് ഹറാം, ഏതാണ് എനിക്ക് അല്ലാഹു അനുവദിച്ചു നൽകിയിട്ടുള്ളത്, ഏതാണ് എനിക്ക് അല്ലാഹു വിലക്കിയിട്ടുള്ളത്, എന്താണ് എനിക്ക് അനുവദനീയമായിട്ടുള്ളത്, അതെനിക്ക് പാടുണ്ടോ, അതെനിക്ക് എടുക്കാൻ പാടുണ്ടോ, അതെനിക്ക് വിൽക്കാൻ പാടുണ്ടോ, അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പഠിച്ചു മനസ്സിലാക്കിയാൽ മാത്രമേ പ്രിയമുള്ളവരെ നമ്മുടെ ഉപജീവനം ശരിയാവുകയുള്ളൂ. ഭക്ഷണത്തിൽ, ഉപജീവനത്തിൽ ഹറാം കലർന്നാൽ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, വിശിഷ്ടമായ അഥവാ ഹലാലായ ഉപജീവനം. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഉപജീവനം എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹലാലായിട്ടായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഹലാലായ രൂപത്തിൽ മാത്രമേ അത് പോവാനും പാടുള്ളൂ. അതല്ലെങ്കിൽ പരലോകത്ത് നമ്മുടെ കാൽ ചലിപ്പിക്കാൻ സാധിക്കുകയില്ല അതിന് മറുപടി പറയാതെ. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കച്ചവടക്കാരോട് ഉണർത്തട്ടെ, ഈ കാലഘട്ടത്തിൽ എത്ര വഞ്ചനകളാണ്, ചതികളാണ് ആ മേഖലയിൽ നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? എത്ര ആളുകൾ പരാതിപ്പെടുന്നു, എത്ര ആളുകൾ വഞ്ചിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നത്. അതുപോലെ തന്നെ ഒരു സാധനം, ഒരു വസ്തു അത് ഒറിജിനലാണെങ്കിൽ മാത്രമേ അങ്ങനെ പറഞ്ഞു വിൽക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ കാര്യം, അവസ്ഥകൾ പറഞ്ഞു വേണം വിൽക്കാൻ. ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും എത്രയാണ് പ്രിയമുള്ളവരെ സാമ്പത്തിക തട്ടിപ്പുകൾ. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇന്ന് കണക്കും കയ്യുമില്ല. ബുദ്ധിജീവികൾ വരെ പറ്റിക്കപ്പെടുന്ന കാലഘട്ടമാണിത്.
വലിയ വിദ്യാഭ്യാസമുണ്ട്, ബുദ്ധിയുണ്ട്, വിവരമുണ്ട് എന്ന് പറയുന്നവർ വരെ പറ്റിക്കപ്പെടുന്നു. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഹലാലായി സമ്പാദിക്കാൻ വിശിഷ്ടമായത് മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ആദ്യം പറഞ്ഞത് നാം പരിഗണിക്കേണ്ടതുണ്ട്. ഏതാണ് ഹലാൽ, ഏതാണ് ഹറാം എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു നൽകിയിട്ടുണ്ട്. ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ്. പ്രിയമുള്ളവരെ, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് വരിസ്ഖൻ തയ്യിബൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലുമാരോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹാ. അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലുമാരെ, പ്രവാചകന്മാരെ, നിങ്ങൾ വിശിഷ്ടമായത് ഭക്ഷിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. നോക്കൂ, നബിമാരോട് അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചിട്ടുണ്ട് ഹലാലായത്, വിശിഷ്ടമായത് ഭക്ഷിക്കാൻ. ഒരിക്കലും നബിമാർ ഹറാമായത് ഭക്ഷിക്കുകയില്ല. എന്നിട്ടും അല്ലാഹു നബിമാരോടത് ഉണർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ സത്യവിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും. അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും വിശിഷ്ടമായത്, ഹലാലായത് നിങ്ങൾ ഭക്ഷിക്കുക. നോക്കൂ, അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ വരവ് അത് ഹലാലായിരിക്കണം. ഒരു നിലക്കും ഹറാം കലരാതിരിക്കാൻ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചുകൊണ്ട് വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു വിശിഷ്ടമായതെല്ലാം നമുക്ക് ഹലാലാക്കിയിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. അല്ലാഹു എന്തൊക്കെ ഹലാലാക്കിയിട്ടുണ്ടോ അതൊക്കെ പ്രിയമുള്ളവരെ വിശിഷ്ടമായതാണ്, ഏറ്റവും നല്ലതു മാത്രമാണ്. അല്ലാഹു ഹറാമാക്കിയത്, അത് വൃത്തികെട്ടത് മാത്രമേ അല്ലാഹു ഹറാമാക്കിയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അതുകൊണ്ട് നോക്കൂ, എത്ര ഗൗരവത്തിൽ നാം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഈ പ്രാർത്ഥന നാം അല്ലാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിക്കുന്നു വഅമലൻ മുതഖബ്ബലൻ, സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം പറഞ്ഞതിനെ പരിഗണിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള രണ്ട് കാര്യങ്ങളും വരുന്നത്. വഅമലൻ മുതഖബ്ബലൻ, അല്ലാഹുവേ സ്വീകരിക്കപ്പെടുന്ന അമൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. സ്വീകരിക്കപ്പെടുന്ന അമൽ ഏതാണ് എന്ന് നാഫിആയ ഉപകാരപ്രദമായ വിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹുവിനോട് ചോദിച്ച മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വരിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. മനപ്പാഠമില്ലാത്തവർ കേട്ടു പഠിക്കണം. നമ്മുടെ ദിക്റിൻ്റെ കിതാബുകളിൽ ഈ പ്രാർത്ഥനയുണ്ട്. രാവിലെ ചൊല്ലാനുള്ള ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റാണിത്. സഹോദരങ്ങളെ, ഉപകാരപ്രദമായ വിജ്ഞാനവും വിശിഷ്ടമായ ഹലാലായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളുമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചിരുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. സഹോദരങ്ങളെ, ഏതാണ് അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മം? ആ സ്വീകരിക്കുന്ന കർമ്മം പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സ്വീകരിക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞു, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങൾ.
അത് തന്നെ അള്ളാഹുവിനുള്ള ഇഖ്ലാസോടുകൂടി നാം ചെയ്യേണ്ടതുണ്ട്. ഒരു നിലക്കും ഷിർക്ക് കലരാതെ അള്ളാഹു അല്ലാത്തവർക്കോ അള്ളാഹു അല്ലാത്തവരെ പ്രതീക്ഷിച്ചുകൊണ്ടോ ആളുകളെ കാണിക്കാൻ വേണ്ടിയോ ആളുകളുടെ പുകഴ്ത്തൽ പ്രശംസ ഇതിനൊന്നും വേണ്ടിയായിരിക്കരുത്. മറിച്ച് റബ്ബിന് ഇഖ്ലാസോടുകൂടി നാം ഒരു കർമ്മം ചെയ്യണം. അത് ചെറിയൊരു ഇബാദത്താണെങ്കിലും ശരി. അതുപോലെ തന്നെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുമായിരിക്കണം. നമുക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്ന ഒരു കാര്യവും മതത്തിൽ കടത്തിക്കൂട്ടാൻ നമുക്ക് അനുവാദമില്ല. ഇതാണ് സ്വീകരിക്കപ്പെടുന്ന ഇബാദത്ത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു പറഞ്ഞു, ജീവിതവും മരണവും നാം സൃഷ്ടിച്ചത്, അല്ലാഹു സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അഹ്സനു അമൽ, ഏറ്റവും നല്ല അമൽ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോടെ ഇത്തിബാഅോടെ ചെയ്യുക എന്നതാണ്. അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രം, അതാണ് അള്ളാഹു സ്വീകരിക്കുക. സഹോദരങ്ങളെ, ഈ കാര്യം ആദ്യം പറഞ്ഞ നാഫിആയ ഇൽമിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് ഉപകാരപ്രദമായ വിജ്ഞാനം ചോദിക്കുമ്പോൾ ആ വിജ്ഞാനം ചോദിക്കുന്നതോടൊപ്പം പഠിക്കാൻ നാം തയ്യാറാവണം. അതുപോലെ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹലാല് മാത്രം സമ്പാദിക്കാൻ നാം ശ്രദ്ധിക്കണം. അതിൻ്റെ ശേഷം നമ്മുടെ കർമ്മങ്ങൾ അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് നാം ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കി പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നെന്നോടെന്നതുപോലെ വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവൻ്റെ ദീൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.